ഗുഡ് മോർണിംഗ്. രജിത ബാലു ആണേ. തട്ടുന്തവിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്ക് എല്ലാവർക്കും ചെടികളെ പരിപാലിക്കാൻ ഇഷ്ടമാണല്ലേ. പൂന്തോട്ടത്തിലെ ചെടികളായാലും ഇതുപോലെ പച്ചക്കറി ചെടികളായാലും പ്രത്യേകിച്ചും ഇതുപോലെ റിസൾട്ടൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ ഒന്നും കൂടെ സന്തോഷമാവും അല്ലേ. ഇനിയിപ്പോൾ റിസൾട്ട് ഇല്ലെങ്കിലും നമുക്ക് സന്തോഷമാണല്ലേ. നമ്മുടെ ചെടികൾ കരുത്തിൽ നല്ല എനർജറ്റിക്കായിട്ട് ഹെൽത്തി ആയിട്ട് നിൽക്കണത് കണ്ടാലും മതി അല്ലേ. അപ്പോഴേ നമ്മൾ കുഞ്ഞുങ്ങളെ നോക്കണ പോലെയാണ് നമ്മുടെ ചെടികളൊക്കെ നോക്കാറുള്ളത്. പച്ചക്കറികളുടെ ആയാലും പൂന്തോട്ടത്തിലെ ആയാലും നമ്മളവർക്ക് വെള്ളം കൊടുത്ത് വളം കൊടുത്ത് അവർക്കെതിരെ വരുന്ന കീടങ്ങളെ തുരത്തി ഓടിച്ച് നമ്മൾ സംരക്ഷിക്കണു അല്ലേ. അപ്പോൾ ആ കൂട്ടത്തിൽ എനിക്കുണ്ടായ വെള്ളരിയാണ് കേട്ടോ. അതിൽ ഒരുപാട് തുരുതുര വെള്ളരി ഉണ്ടായിട്ടുണ്ട്. അതിൽ പാകമായതാണ് നമ്മൾ കട്ട് ചെയ്തെടുത്തത് കേട്ടോ. അതുപോലെ അടുത്തത് നമ്മുടെ മത്ത കൃഷിയാണ് കേട്ടോ. മത്ത ഇതുപോലെ ഒന്ന് പടർന്ന് കയറിയിട്ടുണ്ട്. അപ്പോൾ അതിന് കൊടുക്കണ ഒരു വളത്തിൻ്റെ റെസിപ്പിയാണ് ഞാൻ ഇന്ന് വീഡിയോ ചെയ്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. ഇതാണ് കേട്ടോ നമ്മുടെ ഇന്നത്തെ താരം. ഇത് ഇന്ന് എൻ്റെ കിച്ചണിൽ ഉണ്ടായിട്ടുള്ള വേസ്റ്റാണ് കേട്ടോ. നമ്മുടെ തണ്ണിമത്തൻ്റെ തുണ്ടുണ്ട്, പഴത്തൂലുണ്ട്, അതുപോലെ തന്നെ പഴുത്ത ചക്കയുടെയും പച്ച ചക്കയുടെയും വേസ്റ്റ് ഉണ്ട് കേട്ടോ. ഇത് ഈ ഒരു ഡവറിലേക്കുള്ളത് ഉണ്ട് കേട്ടോ. അപ്പോൾ അത് ബാലു എനിക്ക് കഷ്ണങ്ങളാക്കി തരാണ് കേട്ടോ. കുഞ്ഞു കുഞ്ഞു കഷ്ണങ്ങളാക്കിയിട്ട് എടുക്കുകയാണ്. ഇനി നമ്മളത് ഒന്ന് രണ്ട് ഐറ്റം കൂടെ കൂട്ടിയിട്ട് ആണ് നമ്മളത് കമ്പോസ്റ്റ് ആക്കാൻ പോണത്. മത്തയ്ക്ക് കമ്പോസ്റ്റ് ആക്കിയിട്ടാണ് നമ്മളത് വളാക്കണത്. എൻ്റെ അടുക്കളയിലെ മാലിന്യം, അതായത് ഫുഡ് വേസ്റ്റും ഇതുപോലെ പഴത്തൊലി അങ്ങനെ പച്ചക്കറികളുടെ വേസ്റ്റൊക്കെ ഉണ്ടാവുമല്ലോ, അതെങ്ങനെയാണ് മാനേജ് ചെയ്യണേന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ, അതായത് കിച്ചൺ സ്ക്രാപ്പ് എങ്ങനെയാണ് ഞാൻ മാനേജ് ചെയ്യണേ എന്ന് വെച്ചാൽ, ഇതുപോലെ ഒരു ചെറിയ ബിന്ന് എപ്പോഴും അടുക്കളയിൽ വെക്കും കേട്ടോ. എന്നിട്ട് അത് നിറയുമ്പോൾ അന്നുണ്ടാവണം എല്ലാതും അതിൽ കൊണ്ടുവന്നിടും. അത് നിറയുമ്പോൾ പുറത്ത് ഇതുപോലെ ഒരു ബക്കറ്റ് വെച്ചിട്ടുണ്ടാവും, അതിൽ കൊണ്ടുവന്ന് നിക്ഷേപിക്കും. ആ പുറത്തുള്ള ബക്കറ്റ് ഒന്ന് മൂടിയിട്ട് കൊടുക്കണം കേട്ടോ. അതും കൂടെ നിറയുമ്പോൾ ഞാനത് ഒന്ന് രണ്ട് ഐറ്റം വേറെയും ചേർത്തുകൊണ്ട് കമ്പോസ്റ്റ് ആക്കി എടുക്കാറാട്ടാ പതിവ്. എന്നിട്ട് എല്ലാത്തരം ചെടികൾക്കും അത് വളമാക്കിയിട്ട് ഉപയോഗിക്കാറുണ്ട്. ചിലപ്പോൾ ഞാൻ അതിൽ കഞ്ഞിവെള്ളമോ തേങ്ങവെള്ളമൊക്കെ ചേർത്തിട്ട് ലിക്വിഡ് രൂപത്തിലുള്ള വളവും ആക്കി എടുക്കാറുണ്ട്. അതിൻ്റെ ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഈ വീഡിയോടൊപ്പം കൊടുക്കാട്ടാ. അപ്പോഴേ നമ്മുടെ തണ്ണിമത്തൻ്റെ തൊണ്ടൊക്കെ പാല് ചെറിയ ചെറിയ പീസാക്കി എടുത്തിട്ടുണ്ട്. കുറച്ച് ചാണപ്പൊടി എടുത്തിട്ടുണ്ട്, കുറച്ച് ചാരം എടുത്തിട്ടുണ്ട്. ഇനി നമ്മളത് മത്തന് എങ്ങനെയാണ് ചെയ്യണേന്നുള്ള വളാക്കാനായിട്ട് എന്താ ചെയ്യണേന്നുള്ളതും കൂടെ നോക്കാട്ടാ. ഇതാണ് കേട്ടോ നമ്മുടെ മത്തൻ ചെടിയുടെ കടഭാഗം. അപ്പോൾ നല്ല തടമൊക്കെ എടുത്തിട്ട് നല്ല രീതിയിൽ തന്നെ വളർന്നു വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോഴേ അതിന് ചുറ്റും നമ്മൾ ഈ കൊത്തി എറിഞ്ഞിട്ടുള്ള തണ്ണിമത്തൻ്റെയും പഴത്തിൻ്റെയും ചക്കയുടെ ഒക്കെ വേസ്റ്റ് ഇതുപോലെ ഇട്ട് കൊടുക്കുക. അതുപോലെ തന്നെ ഈ തടത്തിൽ തന്നെ ഒരു ഇഞ്ചിയുടെ ചെടിയുണ്ട്, അതുപോലെ തന്നെ ഒരു പൈനാപ്പിളിൻ്റെ ഉണ്ട് കേട്ടോ. മൂന്നും കൂടിയിട്ട് ഒരു തടത്തിലാണ് കേട്ടോ ഇരിക്കണത്. അപ്പോൾ എല്ലാം അതിൻ്റെ ചുറ്റും നമ്മൾ ഇത് ഇട്ട് കൊടുത്തു. നമ്മൾ ഈ വെജിറ്റബിൾ വേസ്റ്റിൻ്റെ മീതയ്ക്ക് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള ചാരവും കൂടിയിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ആ പൊടിയും കൂടെ ഇതിൻ്റെ മീതയ്ക്ക് ചേർത്ത് കൊടുക്കുക കേട്ടോ, ഇട്ട് കൊടുക്കുക. ചാണത്തിൻ്റെയും ചാരത്തിൻ്റെയും മിശ്രിതം നമ്മൾ ഇട്ട് കഴിഞ്ഞാൽ, അതായത് ഈ വേസ്റ്റിൻ്റെ മീതെ അതും കൂടെ ഇട്ട് കഴിഞ്ഞാൽ തടത്തിന് ചുറ്റിൽ നിന്നും നമുക്ക് മണ്ണെടുത്തിട്ട് ഇതൊന്ന് ഫില്ല് ചെയ്ത് കൊടുക്കാം കേട്ടോ. നമ്മുടെ തണ്ണിമത്തനെ നമ്മൾ ഈ വേനൽക്കാലത്തൊക്കെ പ്രത്യേകിച്ച് ഒരുപാട് തണ്ണിമത്തൻ സീസണും കൂടിയാണല്ലോ. നമ്മൾ ഒരുപാട് വാങ്ങുകയും ചെയ്യും, കഴിക്കുകയും ചെയ്യും. എന്നിട്ട് ആ തൊണ്ട് മിക്കവരും വലിച്ചെറിയാറാണ് പതിവ്. അതാണെങ്കിലോ പരിസരം നമ്മുടെ വൃത്തിയേടാക്കാനും ഇടയാക്കും. അതേസമയം നമ്മൾ അതിനെ വളാക്കണമെങ്കിൽ ഒന്നൊന്നിനെ വളാക്കണമെങ്കിൽ പരിസരം കേടാവില്ല, നമുക്ക് ഓർഗാനിക്കായിട്ടുള്ള വളം കിട്ടുകയും ചെയ്യും. അത് നമ്മുടെ ചെടികൾക്ക് ദോഷമില്ലാതാനും. നമ്മുടെ തണ്ണിമത്തനിലെ പൊട്ടാസ്യം, ഫോസ്ഫറസും കാൽഷ്യവും നൈട്രജനും കാർബോഹൈഡ്രേറ്റും അതുപോലെ തന്നെ മറ്റ് നിരവധി മൈക്രോ ന്യൂട്രിയൻറ്റുകൾ ധാരാളമായിട്ട് അടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് അത് നമ്മുടെ ചെടികൾക്ക് നല്ല വളമല്ലേ. അപ്പോൾ അതിനായിട്ട് നമ്മൾ വളരെ ചെറിയ ചെറിയ പീസുകളാക്കണം എന്ന് പറഞ്ഞത് അത് വിഘടിക്കാൻ എളുപ്പത്തിനാണ് കേട്ടോ. അപ്പോൾ അത് എളുപ്പം മണ്ണിനോട് ചേർന്ന് വളമായിട്ട് മാറാൻ വേണ്ടിയിട്ടാണ്. നമുക്ക് ഈ തണ്ണിമത്തൻ തന്നെ ലിക്വിഡ് ഫോമിൽ ആക്കാനും ഇതുപോലെ തന്നെ ചെയ്യുക. കൊത്തിയെറിഞ്ഞ് കുഞ്ഞു കുഞ്ഞു പീസാക്കിയിട്ട് നമ്മൾ ഒരു ബക്കറ്റിലിട്ടിട്ട് അത് നിറയെ വെള്ളം ഒഴിച്ച് ഒരു 3 ദിവസം കഴിയുമ്പോൾ നമുക്ക് അത് അരിച്ചെടുത്തിട്ട് വളാക്കാം കേട്ടോ. ഇടയ്ക്കിടയ്ക്കായിട്ടൊന്ന് കുത്തി ഇളക്കി കൊടുക്കണത് നല്ലതായിരിക്കും. അപ്പോൾ അതാ നമ്മൾ നമ്മുടെ മത്തൻ്റെ കടക്കിൽ നമ്മുടെ വേസ്റ്റ് ഇട്ടു, അതിന് മീതെ ചാരവും ഉള്ള മിശ്രിതം ഇട്ടു, മീതെ മണ്ണ് ഫില്ല് ചെയ്തു കേട്ടോ. ഇനി നമുക്ക് ഇതിൻ്റെ മീതെ കൂടെ അല്പം വെള്ളം കൂടെ ഒന്ന് ചാറിക്കൊടുക്കാം. അപ്പോൾ നമ്മളുടെ വളപ്രയോഗം കഴിഞ്ഞു കേട്ടോ. പതുക്കെ നമ്മളുടെ തണ്ണിമത്തനും പഴത്തോലൊക്കെ ഒന്ന് അഴുകിയിട്ട് നമ്മുടെ മത്തന് അത് വളമായിട്ട് മാറും കേട്ടോ. അതുപോലെ ഒരു സീക്രട്ടും കൂടെ ഞാൻ ഈ വീഡിയോയിൽ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇത് നമ്മുടെ കർപ്പൂരമാണ് കേട്ടോ. നമ്മൾ കത്തിക്കാറൊക്കെ ഇല്ലേ കർപ്പൂരം,
പച്ചക്കർപ്പൂരമല്ല കേട്ടോ, സാധാരണ കർപ്പൂരമാണ് നമുക്ക് കടകളിൽ വാങ്ങാൻ കിട്ടുന്നതാണ്. ആ കർപ്പൂരം ഇതുപോലെ ഓരോ ടാബ്ലറ്റുകളും നമ്മൾ ഇടയിലിടയിലായിട്ട് നമ്മുടെ ഈ തടത്തിൻ്റെ മൊത്തം ഇഞ്ചിയുടെയും പൈനാപ്പിളിൻ്റെയും നമ്മുടെ മത്തൻ്റെ ഒക്കെ തടത്തിൻ്റെ ഇടയിലായിട്ട് ഓരോ ഗ്യാപ്പിട്ടിട്ട് ജസ്റ്റ് ഒന്ന് മണ്ണിലേക്ക് താഴ്ത്തി വെച്ച് കൊടുക്കുകയാണ് കേട്ടോ. അതായത് നമ്മുടെ കർപ്പൂരം നല്ലൊരു കീടനാശിനിയും കൂടിയാണ് കേട്ടോ. നമുക്ക് എന്തെങ്കിലും പ്രാണികളോ എന്തെങ്കിലും ഒക്കെ ഇനി വരാൻ ചാൻസ് ഉണ്ടെങ്കിൽ അവരൊന്ന് ഓടിക്കാൻ ഇതിൻ്റെ സ്മെല്ല് അവർക്ക് ഇഷ്ടമല്ല. അതേസമയം നമ്മളിത് മണ്ണിൽ കുഴിച്ചിട്ടത് കൊണ്ട് നമ്മുടെ മത്തൻ ചെടിക്ക് ആ മണ്ണിനോ ഇത് ഒരു ദോഷമായിട്ട് വരില്ല കേട്ടോ. ഇങ്ങനെയൊന്നും ചെയ്യണത് നല്ലതാണ് കേട്ടോ. അല്ലെങ്കിൽ നമുക്ക് ഈ കർപ്പൂരം പൊടിച്ച് വെള്ളത്തിൽ ലയിപ്പിച്ച് ചെടികൾക്ക് തളിക്കണതോ കടക്കിൽ ഒഴിക്കണതോ ഒക്കെ നല്ലതാണ്. എൻ്റെ മത്തൻ ഇതുവരെ ഒരു പുഴുക്കേടും വന്നിട്ടില്ല, നല്ല ഭംഗിയിലാണ് കേട്ടോ നിൽക്കണത്. നേരത്തെ ഞാൻ കാണിച്ചല്ലോ നീല ബക്കറ്റിൽ ഫുള്ളായിട്ട് വേസ്റ്റ് ഇരിക്കണത്. ഇനി അപ്പോൾ നമുക്ക് അതും എന്താ ചെയ്യണമെന്ന് കാണണ്ടേ. അപ്പോൾ നമ്മൾ ഒരു തെങ്ങിൻ്റെ തടത്തിൽ കുഴിയെടുത്തിട്ട് അതിലേക്ക് കുഴിച്ചു മൂടാണ് കേട്ടോ ചെയ്യണത്. ഇന്ന് ഞാൻ വേറെ ഒന്നും അതിൻ്റെ കൂടെ ആഡ് ചെയ്യുന്നില്ല കേട്ടോ. അപ്പോൾ ബാലു ആണ് തെങ്ങിനെ തടർക്കണത് കേട്ടോ. അപ്പോൾ അത് മുഴുവൻ നമ്മൾ അതിലേക്ക് തട്ടിയിട്ട് ആ എടുത്ത മണ്ണെന്നെ അതിൻ്റെ മീതേക്ക് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യണത്. അപ്പോൾ കുറേ കഴിയുമ്പോൾ അത് പതുക്കെ നമ്മുടെ തെങ്ങിന് വളമായിട്ട് മാറും, നമ്മുടെ പരിസരം വൃത്തികേടാവുകയില്ല. ഇനി മാത്രമല്ല നമുക്ക് പിന്നീട് എപ്പോഴെങ്കിലും കമ്പോസ്റ്റ് ഇല്ല എങ്കിൽ അവിടുന്ന് നമുക്ക് ഒരു മാസമൊക്കെ ഏകദേശം കഴിയുമ്പോൾ കുഴിച്ചെടുത്താൽ കമ്പോസ്റ്റ് ആവുകയും ചെയ്യുമല്ലോ. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായി എന്ന് വിശ്വസിക്കട്ടെ. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ ഒട്ടും മറന്നു പോകരുത്. അടുത്തൊരു വീഡിയോയിൽ കാണുന്നത് വരേക്കും ചിൽഡ്രൻ ടേക്ക് കെയർ. ബൈ.